സുഹൃത്തുക്കളെ, ചാലപ്പുറം ഗണപത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സുജയ ടീച്ചർ, PTA പ്രസിഡൻറ്റ്, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, മനോജ് കുമാർ എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ വിദ്യാലയത്തിലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വാതന്ത്ര്യ സ്മൃതി എന്നുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനാണ്. ആഗസ്റ്റ് 9 ഈ പരിപാടി തുടങ്ങുന്നത്. നമ്മുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു തീയതിയാണ് ആഗസ്റ്റ് 9. എന്താ കാര്യം വെച്ചാൽ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഗംഭീരമായ സംഭവബഹുലമായ അധ്യായമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ എന്നുള്ള വാക്കിന് ഇന്ത്യ വിടുക എന്നാണ് അർത്ഥം. ആ സമരം തുടങ്ങിയത് ആഗസ്റ്റ് 9. ബോംബെയിൽ വെച്ച് കോൺഗ്രസ് സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി ആ പ്രമേയം അവതരിപ്പിക്കും. 9 രാവിലെ ഗാന്ധി, നെഹ്റു അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ വളരെക്കാലം നീണ്ടു നിന്നൊരു സമരമാണിത്. അത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാനത്തെ അധ്യായമാണത്. അത് 2ാം ലോകമഹായുദ്ധം നടക്കുന്ന കൂട്ടത്തിലാണ് ആ സമരം നടക്കുന്നത്. 2ാം ലോകയുദ്ധം 1939 മുതൽ 45 വരെയാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, 1939 മുതൽ 45 വരെ. ആ യുദ്ധത്തിലാണ് ജർമ്മനിയുടെ ചാൻസലർ ഹിറ്റ്ലർ, അതുപോലെ ഇറ്റലിയുടെ ഭരണാധികാരി മുസോളിനി തുടങ്ങിയുള്ള ആളുകളൊക്കെ തോൽപ്പിക്കപ്പെട്ടത്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു, മുസോളിനിയെ ജനങ്ങൾ തല്ലിക്കൊന്നു. അങ്ങനെയാണ് 2ാം ലോകയുദ്ധത്തിൻ്റെ അവസാനം. അപ്പോൾ ആ കാലത്ത് ഇന്ത്യയിൽ ഒരു ഗംഭീര സമരം നടക്കുകയാണ്. എന്താ അത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം, ഇന്ത്യ വിടുക എന്നാണ്, ക്വിറ്റ് ഇന്ത്യ. ആ മുദ്രാവാക്യം രൂപീകരിച്ചത് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് യൂസഫ് മെഹർ അലി എന്നാണ്. മഹാകേമനായിരുന്നു. അദ്ദേഹം ബോംബെ മേയറായിരുന്നു. അദ്ദേഹമാണ് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം ഉണ്ടാക്കിയത്. അത് പിന്നെ നെഹ്റുവും ഗാന്ധിയും നമ്മുടെ ദേശീയ സമര നേതാക്കളൊക്കെ ഏറ്റെടുത്തു. അപ്പോൾ അന്ന് സോഷ്യലിസ്റ്റുകളൊക്കെ കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്ന് ആലോചിക്കണം. കോൺഗ്രസിനകത്ത് ഒരു ഇടതുപക്ഷമായിട്ട് പ്രവർത്തിക്കുകയാണ് അവർ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഡോക്ടർ റാം മനോഹർ ലോഹ്യ, ജയപ്രകാശ് നാരായണൻ തുടങ്ങിയുള്ളവർ. അവരുടെ സഹപ്രവർത്തകനാണ് യൂസഫ് മെഹർ അലി. അന്ന് ഗാന്ധി ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ്. ഡു ഓർ ഡൈ, ഡു ഓർ ഡൈ, അതായത് അവസാനമാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ആഗസ്റ്റ് വിപ്ലവം എന്നതിനെ പറയും, ആഗസ്റ്റ് റവല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയും, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ബ്രിട്ടൻ അന്ന് യുദ്ധത്തിലാണ്. 2ാം ലോകയുദ്ധത്തിൽ ജർമ്മനിക്കും ഇറ്റലിക്കും ജപ്പാനൊക്കെ എതിരായിട്ടുള്ള മുന്നണിയിൽ ഇപ്പുറത്ത് ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടനൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ കൂടുതൽ റഷ്യയും കൂടി ചേരും. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ഉണ്ടായ ഒരു വിശേഷം എന്താണെന്ന് വിചാരിച്ചാൽ, അതിൽ അതുവരെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇല്ലാത്ത അളവിൽ പലയിടത്തും അക്രമങ്ങളുണ്ടായി എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ തടവിലായി.
അപ്പോൾ അതിൻ്റെ പോരായ്മ നികത്തുന്നത് പ്രധാനമായിട്ടൊരാൾ റാം മനോഹർ ലോഹിയാണ്. അദ്ദേഹം ഒളിവിലിരുന്ന് പ്രവർത്തിക്കും, അണ്ടർഗ്രൗണ്ട് എന്ന് പറയും. അദ്ദേഹം ഒരു കോൺഗ്രസ് റേഡിയോ തന്നെ നടത്തിയിരുന്നു, ജനങ്ങളെ അപ്പോൾ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ജയപ്രകാശ് നാരായണൻ, അങ്ങനെ അച്യുത് പട്വർദ്ധൻ, ഒരുപാട് ആളുകൾ, സോഷ്യലിസ്റ്റുകൾ ഏറ്റവും അധികം തിളങ്ങിയ നമ്മുടെ ദേശീയ സമര ചരിത്രത്തിലെ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. 45 യുദ്ധം തീർന്നു, 47 എല്ലാവർക്കും അറിയുന്ന മാതിരി ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അന്ന് അമേരിക്കയുടെ ആ സംഭവം നടക്കും. അമേരിക്കയുടെ പ്രസിഡന്റ് റൂസ്വെൽറ്റാണ്, ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് പോലും പറയുന്നുണ്ട് ചർച്ചിലിനോട്, ഇന്ത്യക്കാരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കണം. യുദ്ധം കഴിഞ്ഞു, ചർച്ചിൽ തോറ്റു, ചർച്ചിലിൻ്റെ പാർട്ടി തോറ്റു, ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു, ക്ലെമൻ്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയായി. 47 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യ സ്മൃതി എന്ന് പറയുമ്പോൾ ആ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്നുവെച്ചാൽ നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്ര വില പിടിച്ചതാണ്, അതിന് നമ്മുടെ മുൻ തലമുറ എത്ര വലിയ വില കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവരൊക്കെ ചെയ്തത്, എന്തിനു വേണ്ടിയാണ് അവരൊക്കെ ജീവിച്ചതും മരിച്ചതും. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെപ്പറ്റി ഞാൻ വായിച്ച ഒരു രേഖയിൽ പറയുന്നത് 1 ലക്ഷത്തോളം ആളുകൾ അന്ന് തടവിൽ കിടന്നു എന്നാണ്. ആളുകൾ അത്ര വലിയ ജനകീയ പങ്കാളിത്തമുള്ള ഒരു സമരവും നമ്മുടെ ദേശീയ സമര ചരിത്രത്തിലില്ല. 1 ലക്ഷം ആളുകൾ തടവിൽ കിടന്നു. ആലോചിച്ചു. അപ്പോൾ എത്രായിരം ആളുകൾക്ക് അടി കിട്ടിയിട്ടുണ്ടാവും, എത്രായിരം ആളുകൾക്ക് അംഗഭംഗം വന്നിട്ടുണ്ടാവും, എത്രായിരം ആളുകളെ കാണാതായിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കുക. അപ്പോൾ 1757 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാലുറപ്പിച്ചത്. പ്ലാസി യുദ്ധം ജയിച്ചിട്ടാണ് കാലുറപ്പിക്കുന്നത്. 1947 അവരിവിടുന്ന് കെട്ടുകെട്ടി എന്ന് പറഞ്ഞാൽ 190 കൊല്ലം അവർ ഇന്ത്യ ഭരിച്ചു. ഓരോരോ ഭാഗങ്ങളായിട്ട് കീഴടക്കി. അതിപ്പോൾ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്ന് നമ്മളിന്ന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അന്ന് പ്രധാനമായിട്ട് 3 നാട്ടുരാജ്യങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുമ്പോൾ മലബാർ മൈസൂർ രാജാക്കന്മാരുടെ കൈവശമാണ്. ആരാ മൈസൂർ രാജാക്കന്മാരെന്ന് പറയുന്നത്? ഹൈദർ അലി ഖാൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താൻ 1766 അവർ മലബാർ കീഴടക്കി. സാമൂരിപ്പാടിൻ്റെ രാജ്യമായിരുന്നു മലബാർ. 1792 മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു തോറ്റു. അങ്ങനെ ആ യുദ്ധത്തിലുണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ചാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ കൈമാറുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ജില്ലയായിട്ട് മലബാർ മാറി. ആദ്യം അത് അവർ ബോംബെ പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു. 1800 ആണത് മദിരാശി പ്രൊവിൻസിൻ്റെ ഭാഗമായത്. മദിരാശി പ്രവിശ്യയിലെ ഒരു ജില്ലയാണ് മലബാർ. അപ്പോൾ ആലോചിക്കുക, നമ്മളിന്ന് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് എന്നൊക്കെ പറയുന്ന ജില്ലകൾ മുഴുവൻ ചേർന്ന ഒരു പ്രദേശമാണ് മലബാർ ജില്ല എന്ന് പറയുന്നത്. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിട്ടില്ല. അവർക്ക് കപ്പം കൊടുക്കുന്ന രാജാക്കന്മാരായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നത്. അത് ബ്രിട്ടീഷ് ഇന്ത്യയാണ് എന്നൊരു നിലയ്ക്ക് പറയാം. പക്ഷേ മലബാർ നേരിട്ടുള്ള ബ്രിട്ടൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ 190 കൊല്ലം നീണ്ടു നിന്ന അടിമത്തം ഇല്ലാതെയാക്കാനുള്ള ഒരു മഹാസമരമാണ് ഇന്ത്യയിൽ നടന്നത്. അത് നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1857 ഒരു കലാപമുണ്ടായി. അതിനെ ബ്രിട്ടീഷുകാർ വിളിക്കുക ശിപ്പായി ലഹള എന്നാണ്. പട്ടാളക്കാരുടെ ശിപ്പായി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ. അപ്പോൾ
നമ്മുടെ പ്രധാനപ്പെട്ട പലരും പങ്കെടുത്ത യുദ്ധമാണ്. അത് തോറ്റു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് അതിന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു ജനകീയ സമരമായിട്ട്, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരമായിട്ട് മാറുന്നത് പ്രധാനമായും മഹാത്മാഗാന്ധി അതിൻ്റെ നേതൃത്വത്തിൽ വരുമ്പോഴാണ്. അദ്ദേഹം ഗുജറാത്തുകാരനാണ്. അവിടുത്തെ പോർബന്തറിലെ രാജാവിൻ്റെ പ്രധാനമന്ത്രി ദിവാൻ എന്ന് പറയും ആയിരുന്ന കാബ ഗാന്ധിയുടെ മകനാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിച്ചു, നിയമവും ഇംഗ്ലീഷൊക്കെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് നാട്ടിൽ മടങ്ങി വന്നിട്ട് പിന്നെ അബ്ദുല്ല സേട്ട് എന്ന് പറയുന്ന ഒരു കുടുംബ സുഹൃത്തിൻ്റെ കേസ് വാദിക്കാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. അത് 1893. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം അവിടുത്തെ ഇന്ത്യക്കാരനുഭവിക്കുന്ന വിവേചനങ്ങൾക്കെതിരായിട്ട്, വെള്ളക്കാരുടെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരായിട്ടൊക്കെ സമരം ചെയ്ത് അവിടെ വലിയൊരു ലോകം അറിയുന്ന ഒരു നേതാവായി അവിടുന്ന് തന്നെ. അങ്ങനെ 1915 അദ്ദേഹം ഇന്ത്യയിൽ മടങ്ങിയെത്തുന്നത്. പിന്നെ അദ്ദേഹം തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ 1915 തൊട്ട് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ രൂപവും ഭാവമൊക്കെ മാറുക. ഗാന്ധി നേതൃത്വം ഏറ്റെടുക്കുന്നതോടുകൂടി അത് വളരെ വിപുലമായ അർത്ഥത്തിൽ ഒരു ജനകീയ പ്രസ്ഥാനമാവുകയാണ്. അതിൽ എൻ്റെ നോട്ടത്തിൽ 3 സമരങ്ങളാണ് അതിൽ പ്രധാനം. 1920 ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം, 1930 നടക്കുന്ന ഉപ്പ് സത്യാഗ്രഹം, 1942 നടക്കുന്ന ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഞാൻ അതൊന്നുകൂടി പറയാം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോഓപ്പറേഷൻ. 1930 ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹം. പിന്നെ 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഇരിക്കുകയെന്നല്ല. ഇതിൻ്റെയൊക്കെ ഗാന്ധിക്ക് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഉണ്ട്, അയിത്തോച്ചാടനത്തിൻ്റെ സമരങ്ങളുണ്ട്. ഒരുപടി സമരങ്ങൾ ഗാന്ധിക്ക് എന്നും എപ്പോഴും 24 മണിക്കൂർ സമരമുള്ള ആളാണ്. ഉറങ്ങുന്ന സമയത്ത് അല്ലാത്തപ്പോഴൊക്കെ അദ്ദേഹത്തിന് പണിയിട്ട്. അപ്പോൾ ഗാന്ധി അന്ന് സിദ്ധാന്തിച്ച ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ അനുമതിയോ സമ്മതമോ ഇല്ലാതെ ഒരാൾക്ക് നിങ്ങളെ അടിമയാക്കി വെക്കാനോ ചൂഷണം ചെയ്യാനോ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ബ്രിട്ടനോട് എങ്ങനെയാണ് എതിരിടുക? പല സിദ്ധാന്തങ്ങളുണ്ട്. അതിലിപ്പോൾ അന്നത്തെ ഗാന്ധി വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകന. അദ്ദേഹം വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പോരാടണം എന്നുള്ള തീവ്രവാദം ഉള്ള ഒരാളാണ്. ഇപ്പോൾ ആ കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരാൾ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയുന്നത് ഭഗത് സിംഗ് ആണ്. അദ്ദേഹം ആയുധം എടുക്കണം എന്നുള്ള ആളാണ്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് വേണ്ടി വന്നാൽ ആയുധം എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പോൾ ഗാന്ധിയാണ് നിരായുധമായ സമരത്തിൻ്റെ, അഹിംസയുടെ ആൾ. അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാരോട് നമ്മൾ നിസ്സഹകരിച്ചാൽ മതി, അവർ തോറ്റുപോകുന്ന. നിങ്ങളുടെ സഹകരണം, സഹായം, അനുവാദം, അറിവ് ഇല്ലാതെ ഒരാൾക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. അപ്പം അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗാന്ധി മനസ്സിലാക്കുന്നത്, അത് അദ്ദേഹം പറയുന്നുണ്ട്, അധികാരികൾ മാറലല്ല, ബ്രിട്ടീഷുകാർ പോയിട്ട് ഇന്ത്യക്കാർ വന്നിട്ട് രാജ്യം ഭരിക്കുക എന്നുള്ള അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്താണത്? നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്വാശ്രയത്വം വേണം. അദ്ദേഹം സ്വരാജ് എന്ന് പറയും, ഹിന്ദ് സ്വരാജ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോ, അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രിക എന്ന് പറയാവുന്നത് ആ പുസ്തകമാണ്. 1909 പ്രസിദ്ധീകരിച്ച പുസ്തകം ഹിന്ദ് സ്വരാജ്. അപ്പോൾ എന്തായാലും പറയുന്നത്, അതിൽ പറയുന്നത് നമ്മൾ അടിപണിഞ്ഞത് ബ്രിട്ടൻ്റെ ആയുധശക്തിയുടെ മുമ്പിലല്ല, അവരുടെ ചരക്കുകളുടെ മുമ്പിലാണെന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്താണ് കോളനി വാഴ്ച എന്ന് പറയുന്നത്? ഇവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയിട്ട്
അവർ ഉൽപ്പന്നങ്ങളാക്കി കൊണ്ടുവന്ന് ഇവിടെ തന്നെ വിൽക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് വെളിച്ചെണ്ണ കയറ്റി കൊണ്ടുപോവുക, സോപ്പ് ഇവിടെ ഇറക്കുമതി ചെയ്യുക, ഇവിടുന്ന് പഞ്ഞ് കടത്തിക്കൊണ്ടു പോവുക, വസ്ത്രം ഇവിടെ ഇറക്കുമതി ചെയ്യുക. അങ്ങനെ അതിനാണ് കോളനി വാഴ്ച എന്ന് പറയുക. അപ്പോൾ നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ, നമ്മുടെ റോ മെറ്റീരിയൽസ് അവർ കൊണ്ടുപോവുക, എന്നിട്ട് അവർ ഉൽപ്പന്നങ്ങൾ, വസ്ത്രം തുടങ്ങിയുള്ള അവരുടെ പ്രോഡക്റ്റ് നമുക്ക് വിൽക്കുക. അതിൻ്റെ വ്യത്യാസം ഭയങ്കരമായിരിക്കും. 10 രൂപയാണ് പഞ്ഞിക്കെങ്കിൽ വസ്ത്രത്തിന് 100 രൂപയായിരിക്കും. കണ്ടോ? അപ്പോൾ ആ വസ്ത്രം ബഹിഷ്കരിക്കുക, അത് നമ്മൾ വാങ്ങൂല, കഴിഞ്ഞല്ലോ. അപ്പോൾ ഗാന്ധി ചർക്കയിൽ നൂല് നൂൽക്കാൻ പഠിക്കും, അത് പഠിപ്പിക്കും. അപ്പോൾ അവനവൻ്റെ വസ്ത്രം അവനവൻ നെയ്തുണ്ടാക്കണം, അവനവൻ്റെ ഭക്ഷണം അവനവൻ്റെ കൈകൊണ്ടുണ്ടാക്കണം, കക്കൂസ് കുളിമുറി അവനവൻ വൃത്തിയാക്കണം, മുറ്റം അവനവൻ അടിച്ചു വാരണം, വീട് അവനവൻ അടിച്ചു വാരണം. അങ്ങനെ എല്ലാ തരത്തിലും സ്വാശ്രയത്വം, വേറെ ഒരാളെ ആശ്രയിക്കാതെ, വേറെ ഒരാളുടെ സഹകരണമില്ലാതെ സ്വന്തമായിട്ട് നിൽക്കുക. ഒരു വ്യക്തി അങ്ങനെ ആവണം, ഒരു കുടുംബം അങ്ങനെ ആവണം, ഒരു ഗ്രാമം അങ്ങനെ ആവണം, ഒരു സമൂഹം അങ്ങനെ ആവണം, ഒരു രാഷ്ട്രം അങ്ങനെ ആവണം. അദ്ദേഹം പറയുന്നുണ്ട്, രാമൻ്റെ സീതയെ കട്ടുകൊണ്ട് പോയത് ലങ്കയിലേക്കാണ്, എൻ്റെ സീതയെ കട്ടുകൊണ്ട് പോയത് ലങ്കാഷെയറിലേക്കാണ്. എന്താ ലങ്കാഷെയർ എന്ന് പറഞ്ഞാൽ? അവിടെ ധാരാളം വസ്ത്രം ഉണ്ടാക്കുന്ന മില്ലുകളുണ്ട്. ആ അളവിലാണ് ഗാന്ധി കണ്ടിരുന്നത്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം, അതിൻ്റെ കൂടെ അന്ന് അദ്ദേഹം പിന്തുണ കൊടുത്തിരുന്ന ഒന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അത് മുസ്ലിങ്ങളെ ദേശീയ സമരത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി. അതാണ് വഴിതെറ്റിയിട്ട് നിർഭാഗ്യവശാൽ മലബാറിൽ കലാപമൊക്കെ ആയിത്തീർന്നത്. 1921-22 കാലത്താണ് മലബാർ കലാപം. അപ്പോൾ ഈ സമയത്തൊക്കെ ഗാന്ധി പല തരത്തിൽ, ഗാന്ധി മാത്രമല്ല, ഗാന്ധിയുടെ നേതൃത്വം എന്നോ ഞാൻ പറയുള്ളൂ, മറ്റാൾക്കാരൊക്കെ ഉണ്ട്. അതിലിപ്പോൾ ഇവിടെ ഇപ്പം സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി, സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി പലതരം സമരങ്ങൾ, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം അത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഓടിപ്പോയാൽ കാര്യങ്ങളൊക്കെ നേരെയായി, അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ജാതിയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ജാതിക്കെതിരായിട്ട് വളരെയധികം സമരം ചെയ്ത ആളാണ് ഗാന്ധി. അദ്ദേഹം അയിത്തം ആചരിച്ചെങ്കിൽ മാത്രമേ ഹിന്ദുമതം ശരിയായിട്ട് അനുഷ്ഠിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്ക് ആ ഹിന്ദുമതം വേണ്ടെന്ന് പറയും. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജാതിക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമരം നടന്നത് നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ്. വൈക്കം സത്യാഗ്രഹം എന്ന് പറയും. കുട്ടികൾ ചിലർ കേട്ടിട്ടുണ്ടാവും. 1924-25 കാലത്താണ്. എന്തിനാണ് ആ സമരം? വൈക്കത്തെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലെ വഴിയിലൂടെ അയിത്തജാതിക്കാർക്ക് നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആ സമരം. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയല്ല. എന്താണ് സമരം? വൈക്കത്തെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലെ വഴിയിലൂടെ, അതായത് മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടരും ആ കൂട്ടത്തിൽ പശുവും പോത്തും പട്ടിയൊക്കെ നടന്നു പോണ വഴിയാണ്. അതിലെ അയിത്തജാതിക്കാർ, കീഴ്ജാതിക്കാരെന്ന് വിളിക്കപ്പെട്ടവർക്ക് നടന്നു പോകാൻ വയ്യ. അപ്പോൾ അന്ന് അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരാൾ, അന്നത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് KP കേശവമേനോൻ, SNDPയുടെ അന്നത്തെ നേതാവ് TK മാധവൻ തുടങ്ങിയുള്ള ആളുകളാണ്. ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധി വന്നിരുന്നു 25 മാർച്ചിൽ. അന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ വിദ്യാർത്ഥിയാണ്. അതേ പന്തലിൽ അദ്ദേഹം ഗാന്ധിയെ തൊട്ടതൊക്കെ ആ സമയത്താണ്. നാരായണ ഗുരു അതിൽ പങ്കെടുക്കാൻ ചെന്നിരുന്നു. പിന്നെ നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു പേരാണ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നേതാവ് EV രാമസ്വാമി നായ്ക്കർ, EVR എന്ന് പറയും. അവർ തന്തൈ പെരിയോർ എന്ന് വിളിക്കും, പെരിയാർ എന്ന് വിളിക്കും, EVR എന്ന് വിളിക്കും. അങ്ങനെ അദ്ദേഹമാണ് ദ്രാവിഡൻ്റെ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. രാമായണത്തെ അദ്ദേഹം എതിർക്കും. എന്താണ് രാമായണം? അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ആര്യന്മാർ ദ്രാവിഡന്മാരെ കീഴടക്കിയതാണ് രാമായണം. രാമൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ആര്യ വംശത്തിലെ രാജാവാണ്. ആരാ രാവണൻ? ദ്രാവിഡ വംശത്തിലെ രാജാവാണ്, കറുത്തവനാണ്. അപ്പോൾ തെക്കുള്ള നമ്മളെയൊക്കെ രാക്ഷസന്മാരും വാനരന്മാരും കാട്ടാളന്മാരും ആയിട്ട് ചിത്രീകരിക്കുകയാണ് രാമായണം ചെയ്തത്. അദ്ദേഹം രാവണായനം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം
മതത്തിനും ജാതിക്കും ദൈവത്തിനുമൊക്കെ എതിരായിരുന്നു. അദ്ദേഹം അയിത്തജാതിക്കാരോട് പറഞ്ഞു, നീ തൊട്ടാൽ അശുദ്ധമാവുന്ന ദൈവം നിനക്ക് വേണ്ട. അങ്ങനെ ദ്രാവിഡാഭിമാനത്തിൻ്റെ വലിയ നായകനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. അദ്ദേഹം ആദ്യകാലത്ത് ഗാന്ധിയുടെ ശിഷ്യനായിരുന്നു, പിന്നീട് ഗാന്ധിയുടെ വലിയ വിമർശകനായിട്ട് മാറി. പക്ഷെ ഇവരൊക്കെ ഒരുമിക്കും. ഈ നാരായണ ഗുരു, ഗാന്ധിയും ഇ വി രാമസ്വാമി നായ്ക്കരും എല്ലാം വൈക്കത്ത് ഒരുമിക്കും. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ, ജാതിക്കെതിരായുള്ള പോരാട്ടം സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗായകനാണ് എന്ന് നമ്മൾ പറയുന്ന കുമാരനാശാന് ജാതിയുടെ പ്രശ്നം കഴിഞ്ഞിട്ട് മതി സ്വാതന്ത്ര്യ സമരം എന്നൊരു അഭിപ്രായം ഉണ്ടായി. അന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം എന്നും പറഞ്ഞിരുന്നു, നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രം പോരാ, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കെട്ടിയിട്ടുകൊണ്ട് മാത്രം നമ്മുടെ സ്വാതന്ത്ര്യം ആവില്ല, പിന്നെന്ത് വേണം, നമുക്ക് സാമൂഹ്യമായ സ്വാതന്ത്ര്യം വേണം, സോഷ്യൽ ഫ്രീഡം എന്ന് അദ്ദേഹം പറയും. പൊളിറ്റിക്കൽ ഫ്രീഡത്തിൻ്റെ കൂടെ എന്ത് വേണം, സോഷ്യൽ ഫ്രീഡം വേണം. എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ കുറേ ആളുകൾ ബ്രാഹ്മണന്മാർ, കുറേ ആൾ ക്ഷത്രിയന്മാർ, കുറേ ആൾ വൈശ്യന്മാർ, കുറേ ആൾ ശൂദ്രന്മാർ, കുറേ ആളുകൾ അതിൻ്റെയും താഴെ എന്ന് വെച്ചിട്ടുള്ള കൂടുതൽ അവർണന്മാർ. ഈ 4 സവർണന്മാരാണ്, അതിൻ്റെയും താഴെ കുറേ കൂട്ടരുണ്ട്. അപ്പോൾ അവർക്ക് സോഷ്യൽ ഫ്രീഡം ഇല്ല, സോഷ്യൽ ഫ്രീഡം വേണം. പിന്നെ അദ്ദേഹം മൂന്നാമെന്ന് പറയും സാമ്പത്തിക സ്വാതന്ത്ര്യം, എക്കണോമിക് ഫ്രീഡം. അതും ഒരു പ്രത്യേക വിഭാഗത്തിനേ ഉള്ളൂ. ഇവിടുത്തെ സവർണ വിഭാഗത്തിന് മാത്രമേ സമ്പത്തുള്ളൂ. അതായത് ഇവിടുത്തെ സമ്പന്നരും ഇവിടുത്തെ സവർണരും ഒരു കൂട്ടരാണ്. അപ്പോൾ അംബേദ്കർ ആവർത്തിച്ച് പറഞ്ഞിരുന്നൊരു കാര്യം, നമുക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം വേണം, സോഷ്യൽ ഫ്രീഡം വേണം, എക്കണോമിക് ഫ്രീഡം വേണമെന്നാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണം, സാമൂഹിക സ്വാതന്ത്ര്യം വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ ജാതി വിരുദ്ധ സമരം, അതിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹം. ആ സമരം കുറച്ച് വൈകിയാണെങ്കിലും വിജയിച്ചു. പിന്നീട് 1931 ഗുരുവായൂരിൽ ക്ഷേത്രപ്രവേശന സമരം വന്നു. അത് അന്ന് കേരള ഗാന്ധി എന്ന ആൾ വിളിച്ചിരുന്ന K. കേളപ്പനായിരുന്നു അതിൻ്റെ നായകൻ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട 2 പേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് AK ഗോപാലൻ, പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായി തീർന്നു. വേറൊന്ന് P. കൃഷ്ണപിള്ള, അദ്ദേഹം പറഞ്ഞ മാതിരി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ നേതാവായി തീർന്നു. ഒരുപടി ആളുകൾ 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ നവംബർ 12-ാം തീയതി 1936 നവംബർ 12-ാം തീയതി തിരുവിതാംകൂർ ഗവൺമെൻറ് എല്ലാ ഹിന്ദുക്കൾക്കും ജാതിഭേദമില്ലാതെ, പ്രദേശഭേദമില്ലാതെ, ആചാരഭേദമില്ലാതെ ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ജാതി വിവേചനത്തിനെതിരായ പോരാട്ടം, മുതലാളിത്തത്തിനെതിരായ പോരാട്ടം, ജന്മിത്വത്തിനെതിരായ പോരാട്ടം, ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം, അത് ഓർത്തിരിക്കേണ്ടതാണ്. കാരണം നമുക്കിപ്പോൾ 47 കൃത്യമായിട്ട് പറഞ്ഞ 73 കൊല്ലം മുമ്പ് നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയാൻ എന്താ, നമ്മുടെ നാട്ടുകാർ നമ്മളെ ഭരിക്കുന്നു എന്നൊരവസ്ഥ വന്നു. മാത്രമല്ല അന്ന് ഓർത്തിരിക്കേണ്ടതാണ്, ആ സ്വാതന്ത്ര്യം കിട്ടുന്ന കൂട്ടത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു എന്ന്. അന്ന് ഇന്ത്യ 3 കഷ്ണമായി. പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറൻ പാകിസ്ഥാനും, കിഴക്ക് ഭാഗത്ത് കിഴക്കൻ പാകിസ്ഥാനും, നടുവിലൊരു ഇന്ത്യയും. അങ്ങനെയാണ് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം അന്ന് ബംഗാളിലേക്ക് പോവുക ചെയ്തത്. അവിടെ അപ്പോഴും വർഗീയ കലാപം നടക്കുകയാണ്. അതായത് ഇന്ത്യ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്
അങ്ങനത്തെ ഒരു രാജ്യമാവണം, ഒരു മതേതര രാജ്യമാവണം. ഇവിടെ ഈ രാഷ്ട്രത്തിൻ്റേതായ ഒരു മതം ഉണ്ടാവരുത്, ഇതൊരു മതരാഷ്ട്രമാവരുത്, ഇതൊരു മതേതര രാജ്യമാവണം, ഇതൊരു സെക്കുലർ രാജ്യമാവണം എന്ന് വിചാരിച്ചിട്ടാണ് ദേശീയ സമരത്തിൽ പങ്കെടുത്ത മിക്ക ആളുകളും. ഉദാഹരണം പറഞ്ഞാൽ ഗാന്ധി, നെഹ്റു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, വല്ലഭായ് പട്ടേൽ, അബുൽ കലാം ആസാദ് തുടങ്ങിയുള്ള ആളിലൊക്കെ പോരാടിയത്. ഇപ്പോൾ കേരളത്തിലെ കഥ പറയാനാണെങ്കിൽ കെ കേളപ്പൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, മൊയ്തു മൗലവി, അങ്ങനെ എത്രയോ ആളുകൾ. അപ്പോൾ നിർഭാഗ്യവശാൽ ഇന്ത്യ അന്ന് വിഭജിക്കപ്പെട്ടു. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടായി. അത് 2 കഷ്ണമായിരുന്നു, പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാൻ. ആ കിഴക്കൻ പാകിസ്ഥാൻ പിന്നീട് 1971 ബംഗ്ലാദേശ് എന്നൊരു രാജ്യമായി. അപ്പോൾ നമ്മൾ അവിഭക്ത ഇന്ത്യ, 40-ന് മുമ്പുള്ള ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും ഇന്നത്തെ ഇന്ത്യയും കൂടിയ രാജ്യമാണ് നമ്മൾ ഇന്ത്യ എന്ന് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ 500ഓളം നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചിട്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വളരെ സമർത്ഥമായ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മലയാളിയായ VP മേനോൻ്റെ ഒക്കെ സാമർഥ്യം കൊണ്ട് 500ഓളം നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ യൂണിയൻ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിച്ചത്. അപ്പോൾ ഞാനിത്ര പറഞ്ഞത് മനസ്സിലാവും. ഇവിടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ജന്മികുടിയാൻ വ്യവസ്ഥ അവസാനിച്ചോ? മുതലാളിത്തം അവസാനിച്ചോ? തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് അവസാനിച്ചോ? ഇല്ല. ഇപ്പോഴും ജാതിപരമായ വിവേചനം നിലവിലുണ്ട്. എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. കേരളത്തിൽ അത് അത്ര പ്രകടമല്ല, പക്ഷേ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഒരു കല്യാണം വരുമ്പോൾ, ഒരു പ്രണയത്തെപ്പറ്റി കേൾക്കുമ്പോൾ, ഒരു ജോലി കൊടുക്കുമ്പോൾ, ഒരാൾക്കൊരു ഉദ്യോഗക്കയറ്റം കൊടുക്കുമ്പോൾ, ഒരു പറമ്പ് വിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ അയാൾ ഏത് ജാതിക്കാരനാണ്, ഏത് മതക്കാരനാണെന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ജാതി മാറിയോ മതം മാറിയോ കല്യാണം കഴിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് ഇന്നും കേരളത്തിൽ. അവരെ തല്ലാനും കൊല്ലാനും സ്വന്തക്കാർ തന്നെയുണ്ട്. അതിന് പറയുന്നത് ദുരഭിമാന കൊലാന്ന, ഓണർ കില്ലിങ് എന്ന്. ആ പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ അമ്മാവൻ അല്ലെ ജ്യേഷ്ഠൻ അല്ലെ അവരെ ഏർപ്പാട് ചെയ്യുന്ന ആളുകൾ തല്ലിക്കൊല്ലുകയാണ്. ആലോചിച്ചു. വേറെ മതത്തിൽ ഒരാൾ വിശ്വസിക്കുന്നു, അതിനെന്താ? വേറെ ഭാഷയിൽ ആൾ പ്രാർത്ഥിക്കുന്നു, അതിനെന്താ? അയാൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ പേര് വേറെയാണ്. അപ്പോൾ ഈ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ദൈവത്തിന് മതമില്ല എന്ന്. ഗോഡ് ഹാസ് നോ റിലീജിയൻ. എങ്ങനെ? ഗോഡ് ഹാസ് നോ റിലീജിയൻ. അദ്ദേഹം മുതിർന്നേ പിന്നെ ഒരു അമ്പലത്തിലും പോയി ഒരു പ്രതിഷ്ഠയും വണങ്ങിയിട്ടില്ല. അദ്ദേഹം എന്താ ചെയ്യുക? അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്താ അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നത്? ദൈവത്തോട് ചോദിക്കുന്നത് ഗാന്ധിക്ക് ഒന്നും വേണ്ട. അദ്ദേഹം പാടാൻ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനായോഗങ്ങളിൽ മുഴങ്ങിക്കേട്ടിരുന്നത് ഒരു ചെറിയ കാര്യമാണ്. എന്താണ്? ഈശ്വരൻ എന്നതും അള്ളാഹു എന്നതും നിൻ്റെ പേര് തന്നെ. അല്ലയോ ഭഗവൻ, നീ എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യണമേന്ന്. ഈശ്വര അല്ലാഹ് തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവൻ. വേറെ ഗാന്ധിക്കൊന്നും ചോദിക്കാനില്ല. അപ്പം ആലോചിക്കാൻ വലിയ തമാശയാണ്. അതായത് ഈ നമ്മൾ പല പേരിൽ പല നാട്ടിൽ ആളുകൾ ദൈവത്തെ വിളിക്കുന്നു. അത്രയൊക്കെ ദൈവം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഒരു ദൈവമാണെങ്കിൽ അത് പല പേരിൽ വിളിച്ചാൽ എന്താ? ഇപ്പോൾ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് പേരിലോ വിളിച്ചുകൊള്ളുക, അവൻ്റെ ഉള്ളതെല്ലാം നല്ല നാമങ്ങൾ മാത്രമാണ്. നിങ്ങൾ ദൈവത്തെ ഏത് പേരിലാണ് വിളിക്കുന്നത്, ഏത് ഭാഷയിലാണ് വിളിക്കുന്നത്, ഏത് വേഷം അണിഞ്ഞിട്ടാണ് വിളിക്കുന്നത്, നിങ്ങൾ തലയിൽ തൊപ്പിയിട്ടിട്ടാണോ അല്ലെങ്കിൽ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ടിട്ടാണോ എന്നുള്ളത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? അതൊക്കെ നിങ്ങളൊരാളെ വെറുക്കാൻ കാരണമായി തീരുന്നതിന് അർത്ഥം എന്താണ്? നിങ്ങൾ ആളുടെ കൂടെ ഭക്ഷണം കഴിക്കൂലാന്നോ, ആ ഒരു കുടുംബത്തിൽ പോകില്ലാന്നോ, ആ കുടുംബത്തിൽ നിങ്ങളുടെ മകളെയോ മകനെയോ കെട്ടിക്കൂലാന്നോ ഒക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ
ദേശീയ സമരത്തിൻ്റെ കൂടെ തന്നെ നടന്ന ഒന്നാണ് എന്ന് ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ചില പേരുകൾ നിങ്ങൾ കേട്ട പേരുകളാണ്, പക്ഷെ ഒരിക്കലും മറക്കാൻ പാടാത്ത പേരുകളാണ്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, സനാഉല്ല മക്തി തങ്ങൾ, പൊയ്കയിൽ അപ്പച്ചൻ, വക്കം മൗലവി, എത്രയോ പേരുകൾ. അതൊക്കെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരായിട്ട്, ദുരാചാരങ്ങൾക്കെതിരായിട്ട്, സാമുദായികമായ യാഥാസ്ഥിതിക്കെതിരായിട്ട് പൊരുതിയ ആളുകളാണ്. അപ്പോൾ ആളുകൾ വിദ്യ അഭ്യസിക്കണം, ആളുകൾക്ക് യുക്തി വളരണം, ആളുകൾക്ക് ശാസ്ത്രീയ ബോധമുണ്ടാവണം, പിന്നെ സ്ത്രീ പുരുഷ സമത്വം വേണം, ജാതീയത പാലിക്കാൻ പാടില്ല, അയിത്തം നിഷിദ്ധമാണ് തുടങ്ങിയുള്ള പുതിയ ആശയങ്ങളാണ്. ഏറ്റവും പുതിയ ഭാഷ, ഏറ്റവും പുതിയ ശാസ്ത്രം, ഏറ്റവും പുതിയ ആശയങ്ങൾ. ഇപ്പോൾ നമ്മളിന്ന് പറയുന്ന ഈ ജനാധിപത്യം എന്നുള്ളത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ആശയമല്ല. ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ആശയമല്ല. ഇവിടുത്തെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ബൗദ്ധന്മാരോ സിഖുകാരോ പാർസികളോ ജൈനന്മാരോ ആരും അവരുടെ പാരമ്പര്യത്തിൽ ജനാധിപത്യം ഉണ്ട് എന്ന് പറയില്ല. നമ്മളിന്നിപ്പോൾ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ജനാധിപത്യത്തിലാണ്. അത് എവിടെ നിന്നുണ്ടായതാണ്? അത് ഗ്രീസിൽ മുളപൊട്ടിയൊരാശയമാണ്. അപ്പോൾ 2500 കൊല്ലം മുമ്പ് ഇതിനെപ്പറ്റിയുള്ള ചർച്ച നടക്കുന്നുണ്ട് ഗ്രീസിൽ, ഏതൻസിലൊക്കെ. സോക്രട്ടീസ് എന്നുള്ളൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്ലേറ്റോ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ, അവരിതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെമോക്രസിയുടെ ആശയങ്ങൾ കിട്ടിയത് ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നാണ്, ഇംഗ്ലീഷുകാരായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ്. ഇംഗ്ലീഷുകാരോട് പൊരുതി നമ്മുടെ ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച മിക്ക ആളുകളും ഇംഗ്ലണ്ടിൽ ചെന്ന് ഇംഗ്ലീഷ് ഭാഷയും അവരുടെ ചരിത്രവും അവരുടെ നിയമവും പഠിച്ച ആളുകളാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഗാന്ധി, വേറൊരാൾ ജവഹർലാൽ നെഹ്റു, വേറൊരാൾ സർദാർ വല്ലഭായ് പട്ടേൽ, വേറൊരാൾ മുഹമ്മദ് അലി ജിന്ന. ഇവരൊക്കെ അവിടെ പഠിച്ചതാണ്. അപ്പോൾ ഇംഗ്ലീഷുകാരിൽ നിന്നാണ്, പാശ്ചാത്യരിൽ നിന്നാണ് നമുക്ക് ഈ ജനാധിപത്യത്തിൻ്റെ ആശയങ്ങൾ കിട്ടിയത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ജാതിക്കെതിരായ മനോഭാവം, അന്ധവിശ്വാസങ്ങൾക്കെതിരായ മനോഭാവം, ശാസ്ത്രീയ ബോധം, യുക്തിബോധം, ഇതിനൊക്കെ നമുക്ക് പശ്ചാത്തലമായിട്ടുള്ളത് ഇവിടുത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. നാരായണ ഗുരു പറയുന്നുണ്ട്, നമുക്ക് സന്യാസം തന്നത് ഇംഗ്ലീഷുകാരാണ്. കാരണം അദ്ദേഹം ഒരു ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ അദ്ദേഹത്തിന് അതിന് അധികാരമല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ? അദ്ദേഹം കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട ഒരു കുലത്തിൽ പിറന്ന ആളാണ് എന്നാണ്. നമ്മുടെ മഹാകവി വള്ളത്തോൾ വാൽമീകി രാമായണം പരിഭാഷപ്പെടുത്തി 1905-ലാണ്. 2 കൊല്ലം കൊണ്ടാണ് പൂർത്തിയായത്. സംസ്കൃതത്തിലെ വാൽമീകി രാമായണം പരിഭാഷപ്പെടുത്താൻ ശൂദ്രകുലത്തിൽ പിറന്ന ഒരാൾക്ക് അധികാരമില്ല എന്നായിരുന്നു അന്ന് ആളുകളുടെ ധാരണ. അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെവി പൊട്ടിപ്പോയി, ചെകിടനായി. അദ്ദേഹം ബധിരവിലാപം എന്നൊരു കാവ്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ബാധിര്യം വന്നത്, അദ്ദേഹത്തിൻ്റെ ചെവി പൊട്ടിയത് വാൽമീകി രാമായണം പരിഭാഷപ്പെടുത്തിയിട്ടാണെന്ന് ഇവിടെ പലരും വിശ്വസിച്ചിരുന്നു. കണ്ടോ ആ ജാതി എങ്ങനെയാണ് അസ്വാതന്ത്ര്യമായി തീരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശൂദ്രന് വിദ്യ അഭ്യസിച്ചുകൂടാ എന്നായിരുന്നു നമ്മുടെ പാരമ്പര്യം. അക്ഷരം പഠിച്ച ശൂദ്രനെ ദൂരെ കളയണം, ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജയേൽ എന്നായിരുന്നു. വേദം ഉച്ചരിക്കുന്നത് കേട്ട ശൂദ്രൻ്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം എന്നായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യ അഭ്യസിക്കാൻ പാടില്ല എന്നായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു വനിതാ വിദ്യാലയത്തിലാണ്. ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകൻ ഗാന്ധി ആണ് ഇവിടെ സ്ത്രീകളെ രംഗത്തിറക്കിയത് എന്ന് നിങ്ങൾ എന്നേക്കുമായിട്ട് ഓർത്തിരിക്കണം. കസ്തൂർബ തൻ്റെ വസ്ത്രമലക്കാനും നിലം തുടയ്ക്കാനും തനിക്ക് കഞ്ഞി വയ്ക്കാനുള്ള ആളല്ല, തൻ്റെ കൂടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും സമരം ചെയ്യുകയും ചെയ്യേണ്ട ഒരാളാണ് എന്ന് ഗാന്ധിക്ക് ബോധ്യമുണ്ടായിരുന്നു. കസ്തൂർബ ഗാന്ധി തൻ്റെ കൂടെ എല്ലാ സമരത്തിലും വരികയും ജയിലിൽ പോവുകയും
പോലീസിൻ്റെ ലാത്തിയടി ഏറ്റുവാങ്ങുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരാളാണെന്നാണ് ഗാന്ധി വിചാരിച്ചത്. ഇവിടുത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവന അദ്ദേഹം സ്ത്രീകളെ രംഗത്തിറക്കി എന്നുള്ള. ഗാന്ധിക്കും അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ നമ്മൾ കണ്ടാൽ ഗാന്ധിയുടെ വേഷം കണ്ടാലോ അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടാലൊക്കെ വളരെ യാഥാസ്ഥിതികനായ പിന്തിരിപ്പനായ ഒരാളാണെന്ന് തോന്നാം. അങ്ങനെ അദ്ദേഹം പിന്തിരിപ്പനാന്ന് വിചാരിച്ച ആളുകളുണ്ട്. പക്ഷേ അദ്ദേഹമാണ് സ്ത്രീകളെ രംഗത്തിറക്കിയത്. അദ്ദേഹം പറഞ്ഞത് സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ല പറഞ്ഞത്, പുരുഷൻ്റെ മേലെയാണ് സ്ത്രീ എന്നാണ് പറഞ്ഞത്. വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്. അദ്ദേഹം ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ സ്ത്രീകൾ പുരുഷൻ്റെ താഴെയാണെന്ന് പറയുന്നത്? അവർ തമ്മിൽ ഒപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാനെന്താ പറയുന്നത്? അവർ പുരുഷന്മാരുടെ മേലെയാണെന്നാണ്. അതായത് തെളിവ് പറഞ്ഞത്, ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക, 10 മാസം അതും പേറി നടക്കുക, അത് കഴിഞ്ഞ് 3-4 കൊല്ലം അല്ല 2-3 കൊല്ലം ആ കുഞ്ഞിന് മുലയൂട്ടുക, 10-15 വയസ്സ് വരെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്യാനുള്ള ക്ഷമ, മാനസികമായ ശേഷി, ശാരീരികമായ ശേഷി, ബുദ്ധിപരമായ ശേഷി പുരുഷന്മാർക്കുണ്ടോയെന്നാണ്. ഇല്ലയെന്നാണ് ഗാന്ധി പറയുന്നത്. അദ്ദേഹം പറയുന്നത് സ്ത്രീ എന്തുകൊണ്ടും പുരുഷൻ്റെ മേലെയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ശാരീരികമായ ശക്തി പുരുഷനാണ്. എത്രയാണ് പെണ്ണുങ്ങൾ അകത്ത് ജോലി ചെയ്യുന്നത്, എത്രയാണ് അവർ നടക്കുന്നത്, എന്തൊക്കെ പണികൾ അവർ ചെയ്യുന്നത്, എത്ര മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത്. നിങ്ങൾ വിശ്രമിക്കുമ്പോഴൊക്കെ അവർ ജോലി ചെയ്യാണ്, രാത്രിയാണെങ്കിലും പുലർച്ചയ്ക്കാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് അദ്ദേഹം പറയും, പുരുഷന്മാരുടെ ഏറ്റവും വലിയ കൊള്ളരുതായ്മ സ്ത്രീ അബലയാണ് എന്ന് പറയുന്നതാണ്. അതിന് വലിയ പാപം പുരുഷന് ചെയ്യാനില്ല. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ആഗസ്റ്റ് 9 സംസാരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയി ആര്? ഗാന്ധി മാത്രമല്ല, കസ്തൂർബ ഗാന്ധിയും. ആ ജയിലിൽ കിടന്നാണ്, ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ കിടന്നാണ് 1944 കസ്തൂർബ മരിച്ചു പോയത്. കസ്തൂർബ അടക്കിയത് അതിൻ്റെ മുറ്റത്താണ്. അപ്പോൾ ഗാന്ധി മാത്രമല്ല, കസ്തൂർബ ആ തടവിലുണ്ട്. പിന്നെ അന്ന് ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സെക്രട്ടറി മഹാദേവ് ദേശായി, ഗുജറാത്തിയാണ്. അദ്ദേഹം ആ ജയിലിലാണ് മരിക്കും. 42 മഹാദേവ് ദേശായി മരിക്കും. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഗാന്ധിക്ക് പ്രധാനമായ 2 നഷ്ടമുണ്ട്. എന്താണത്? ഒന്ന്, തൻ്റെ പുത്രന്മാരെക്കാൾ അദ്ദേഹത്തിന് പ്രിയങ്കരനായിരുന്ന മഹാദേവ് ദേശായി മരിച്ചുപോയി. ഗാന്ധിയുടെ മടി കിടന്നാണ് മരിച്ചത്. പിന്നെ കസ്തൂർബ അവിടുന്ന് മരിച്ചു. അപ്പോൾ ഈ 2 ഘട്ടത്തിലെ ഗാന്ധി കരഞ്ഞതായി കണ്ടിട്ടുള്ളൂ എന്ന് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, സ്ത്രീ വീട് ഭരിക്കാനോ നിലം തുടയ്ക്കാനോ അടുക്കളയിൽ ജോലി ചെയ്യാനോ കുട്ടികളെ പെറ്റുപോറ്റാനോ ഉള്ള ഒരാൾ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും തൻ്റെ എല്ലാ പണികളിലും പങ്കാളിയാവേണ്ട ധർമ്മപത്നിയാണ്, തൻ്റെ ശരിയായ കൂട്ടാളിയാണ് എന്ന് ഗാന്ധി വിചാരിച്ചു. ഗാന്ധി മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിച്ചു. ഇപ്പോൾ അന്ന് ആലോചിച്ച് നോക്കുക, സരോജിനി നായിഡു എന്നുള്ള ഒരു സ്ത്രീക്ക് അന്ന് ദേശീയ സമരത്തിൽ കിട്ടിയ പ്രാധാന്യം ആലോചിച്ച് നോക്കുക. ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഗാന്ധിയുടെ കൂടെയുള്ള മീരാബെൻ എന്നുള്ള പാശ്ചാത്യ വനിതയെപ്പറ്റി ഈ സമയത്ത് നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ദേശീയ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ സ്ത്രീ വിമോചനമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സ്മൃതിയുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ സ്ത്രീ പുരുഷ സമത്വത്തെ എടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചിട്ടില്ല. നമുക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, സാമൂഹ്യമോ സാമ്പത്തികമായ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് അംബേദ്കർ എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ ജാതി വിവേചനമുണ്ടോ എങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചിട്ടില്ല എന്നാണ്. ഇവിടെ സ്ത്രീകൾക്കെതിരായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബൗദ്ധന്മാരും ജൈനന്മാരും നിലപാടെടുക്കുന്നുണ്ടോ, നമ്മുടെ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു അവകാശം, ഒരു സൗകര്യം മാത്രമല്ല, അത് പ്രധാനമായ ഒരു ചുമതലയാണ്. കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി പണിയെടുത്ത എല്ലാ ആളുകളും ഗാന്ധിയുടെ സ്വാധീനത്തിൽ വന്ന ആളുകളാണെന്ന് ഓർമ്മിക്കാം. അപ്പോൾ 1929 നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അത് ഒരു വിദ്യാർത്ഥിനികൾ മാത്രമുള്ള ഒരു വിദ്യാലയത്തിൽ എന്ന് ഓർക്കേണ്ട ഒരു പേരാണ്.
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് എഴുതിയത് VT ഭട്ടതിരിപ്പാട. 1930 നാടകം വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധിയുടെ അനുയായി ആയതുകൊണ്ടാണ് എനിക്ക് ഇത്തരം ആശയങ്ങൾ ഉണ്ടായത്. പിന്നെ അന്തർജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു എഴുത്തുകാരി വരുന്നു, ലളിതാംബിക അന്തർജനം. അന്തർജനങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ കഥകളും നോവലൊക്കെ എഴുതും. അവരാണ് അഗ്നിസാക്ഷി എഴുതിയത്. അവർ പറയുന്നുണ്ട്, അവർ ഗാന്ധിയുടെ ഒരു അനുയായി ആയതുകൊണ്ടാണ് ഈ രംഗത്തേക്ക് വന്നത്. പിന്നെ മുസ്ലിം സ്ത്രീകളുടെ അത്തരം ദുരനുഭവങ്ങളെ പറ്റി എഴുതിയ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം ഒരു ഗാന്ധി അനുയായിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഗാന്ധിയെ പിന്തുടർന്നാണ് സ്കൂൾ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ട് വന്ന് ഉപ്പുകുറുക്കൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ആദ്യമായിട്ട് ജയിലിൽ പോകുന്നു. അപ്പോൾ ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സ്ത്രീ പുരുഷ സമത്വമായിരുന്നു. ആ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി പോരാടാൻ നിങ്ങൾക്ക് ഊർജ്ജമുണ്ടാവട്ടെ എന്ന ആശംസയോടുകൂടി നിങ്ങളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.